ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എം ഫേവർ. ഞാൻ സിപിൻ. കേരള PSCയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിജ്ഞാപനങ്ങൾ ഉണ്ടായ വർഷമാണ് 2023. പ്രധാനമായിട്ടും 2023 ഡിസംബർ മാസം. 2024 പുതുവർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായിട്ടും അവരുടെ പഠനം മെച്ചപ്പെടുത്തി പുതുമയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കും. ചില പ്രധാന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു തീരുമാനം 2024 കാലെടുത്ത് വയ്ക്കുമ്പോൾ അവർ ഉറപ്പിച്ചിരിക്കും. ഇത്തരത്തിൽ ഏതൊക്കെ പരീക്ഷകളാണ് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതും പുതിയ ഒരു ഉദ്യോഗാർത്ഥിക്ക്, പുതുതായിട്ട് കടന്നു വരുന്ന, മുന്നേ പഠിച്ചിട്ടൊന്നുമില്ല, PSC ഒന്നും എഴുതിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പുതുതായിട്ട് കേരള PSC മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയുടെ പൾസ് മനസ്സിലാക്കി ഏറ്റവും പുതുമയോടുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ സ്റ്റഡി നോട്ടുകൾ പൂർണ്ണമായും സൗജന്യമായി എം ഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇത് തികച്ചും സൗജന്യമാണ്. 1,00,000-ലധികം പേർ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലിങ്ക്, ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയേക്കാം. അവിടെ നൽകുന്ന നോട്ടുകൾ കൃത്യമായ ഗൈഡൻസ് പ്രകാരം നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. 2024 ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ 15 ലക്ഷത്തിലധികം പേർ അപ്ലൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം 10 ലക്ഷത്തോളം പേർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു മത്സര പരീക്ഷയാണ് LDC അഥവാ ക്ലർക്ക്, വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ക്ലർക്ക് എന്ന് പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യതയാണ് ഇവിടെ വേണ്ടത്. ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. 14 ജില്ലകളിലും വ്യത്യസ്ത കട്ട് ഓഫുകളോടുകൂടി ഈ ഒരു പരീക്ഷയ്ക്കായുള്ള അന്തിമ റിസൾട്ട് കേരള PSC 2025 പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയാണ് 7ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയായ LGS, വിവിധ സർക്കാർ വകുപ്പുകളിലേക്കുള്ള LGS. ഇവിടെ വന്നിട്ട് ഡിഗ്രി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് LGS എഴുതാൻ പറ്റത്തില്ല. ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് LDC എഴുതാമെങ്കിലും LGS എഴുതാൻ പറ്റത്തില്ല. ഇതും അത്യാവശ്യം 10 ലക്ഷത്തോട് അടുത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതും 14 ജില്ലകളിലും വ്യത്യസ്ത കട്ട് ഓഫ് തന്നെയായിരിക്കും. ഈ 2 മത്സര പരീക്ഷകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതാൻ കാത്തിരിക്കുന്ന പരീക്ഷകൾ എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ 12ാം ക്ലാസ് യോഗ്യതയുള്ള പോലീസ് കോൺസ്റ്റബിൾ, അത് തന്നെ വനിതകൾക്കും സെപ്പറേറ്റ്, പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഗ്രി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും പറയാം, 2 പരീക്ഷകൾ മാത്രമേ പ്രധാനമായിട്ടും ജനറൽ കാറ്റഗറിയിൽ 2 പരീക്ഷ. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ, അതായത് സെക്രട്ടറി പോസ്റ്റ്, പഴയ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവയെ ഏകീകരിച്ചുകൊണ്ട് LSTI സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ കേരള PSC കൊണ്ടുവന്നിരിക്കുകയാണ്. ഗസറ്റഡ് പോസ്റ്റ് ആണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ കേരള പോലീസുമാണ് ജനറൽ കാറ്റഗറിയിൽ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ 2023 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് 2024 നടക്കാനിരിക്കുന്ന 100% ഉറപ്പായ പരീക്ഷകൾ എന്ന് പറയുന്നത്. ഇനി എക്സൈസ് ഇൻസ്പെക്ടർ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ 2024 പകുതിക്ക് ശേഷമൊക്കെ സംഭവിക്കുകയുള്ളൂ. പക്ഷെ ഈ പറയുന്ന 2 പരീക്ഷകൾ മാത്രമാണ് എടുത്തു പറയാവുന്ന ഡിഗ്രി തല മത്സര പരീക്ഷകൾ ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളൊക്കെ 2024 ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, കൂടുതൽ ആൾക്കാരും സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്യണം, PSCയിൽ അസിസ്റ്റന്റ് ആയിട്ട് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് 2024 സാധിക്കില്ല. 2024 ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിഗ്രി തല മത്സര പരീക്ഷകളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ചിരിക്കുന്ന മത്സര പരീക്ഷയാണ് LP UP, അതുപോലെ തന്നെ HSA, ഈ പറയുന്ന LP UP അസിസ്റ്റന്റും HSA. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷനും വന്നതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് 2024 തന്നെ മത്സര പരീക്ഷ എഴുതാം. ഈ പറയുന്ന പല മത്സര പരീക്ഷകളുടെയും അന്തിമ റാങ്ക് ലിസ്റ്റ് 2025 വരത്തുള്ളൂ. പക്ഷേ
ചില പ്രധാനപ്പെട്ട 2023 നടത്തി 2024 വരാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട പരീക്ഷകളുടെ അന്തിമ ലിസ്റ്റ്, പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി LGS, അതിന്റെയൊക്കെ റിസൾട്ടുകൾ 2024 ഉണ്ടാകും. സബ് ഇൻസ്പെക്ടർ അല്ലെ. അപ്പോൾ ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം വിട്ടുപോയി. അതായത് സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ PSC എന്നിവിടങ്ങളിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ 2024 ഡിസംബറിൽ തന്നെ സംഭവിക്കുന്നു. അതിന് 2023 ഡിസംബറിൽ തന്നെ സംഭവിക്കുന്നു. അത് പ്രകാരം 2024 നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പൊ ഈ പറയുന്ന പരീക്ഷകൾ ഒരുപാടുണ്ട്. നോട്ടിഫിക്കേഷൻ ഒക്കെ ഒരു ഇടവേളയില്ലാതെ, വളരെ ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാപനങ്ങളിലും ഓൾറെഡി കേരള PSC പഠിച്ച് ഒരു അറിവുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ കൊണ്ടുപോകാറുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സമയം കളയാനില്ല, അത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പുതിയ ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി. ഇത്തരത്തിൽ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പുതുമുഖങ്ങൾക്ക് കുറച്ച് ചില കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം കേരള PSCയുടെ പാറ്റേൺ ഒക്കെ മാറിയിരിക്കുകയാണ്. എല്ലായ്പ്പോഴും എല്ലാ സ്ഥാപനങ്ങളിലും LDC LGSനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിഗ്രി ലെവലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ക്വാളിറ്റി ഒക്കെ മാറിയും മറിച്ചും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി, നോട്ട്സിന്റെ ക്വാളിറ്റി, ക്ലാസിന്റെ ക്വാളിറ്റി, ഗൈഡൻസിന്റെ ക്വാളിറ്റി, മെന്റർഷിപ്പ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് വേണം പോകാൻ. ഇനി സ്വന്തമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കോച്ചിങ് വേണ്ട, സ്വന്തമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SCERT അല്ലെങ്കിൽ NCERT 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കണമെന്ന് ഞാൻ പറയത്തില്ല. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും കട്ട് ഓഫ് കടന്നിരിക്കും. ഇനി അതിൽ നിന്നും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകണമെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ കേരള PSC നടത്തിയിട്ടുള്ള മത്സര പരീക്ഷാ ചോദ്യ പേപ്പറുകൾ മാത്രം വിശകലനം ചെയ്താൽ മതി. അത്തരത്തിൽ മത്സര പരീക്ഷാ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് ഉത്തര സൂചികയോടൊപ്പം തന്നെ ഉത്തരം മാർക്ക് ചെയ്ത ചോദ്യ പേപ്പറുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. M-Favor കേരള PSC സെർച്ച് ചെയ്താൽ മതി. 100-100ഓളം ചോദ്യ പേപ്പറുകൾ ഉണ്ട് കേട്ടോ. ഓരോ ദിവസം ഓരോ ചോദ്യ പേപ്പറുകൾ വെച്ച് നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ പഠിച്ച് കണക്റ്റഡ് ഫാക്ട്സിലേക്ക് പോവാം. 4 ഓപ്ഷൻസും കാണാമല്ലോ. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം പഠിക്കാൻ ആഗ്രഹിക്കുക, തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ്. 2024 പഠിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരാളെ മാറ്റിവെക്കണം. ആരെയാണെന്ന് അറിയാമോ? നെഗറ്റീവ് തോട്ടിന്, നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ടിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി ഒരു സൈഡിൽ ഒഴിവാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് നന്നായി പഠിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഏത് സിലബസ് ആണെങ്കിലും, ഇപ്പൊ സിലബസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സിലബസ് തന്നെയാണ്. ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യണം പരീക്ഷ ഹാളിൽ, അവർക്ക് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അതിലൊരാളായി തീരും ഞാനെന്ന് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഈ കേരള PSC മൊത്തവും ഫോൾട്ടാണ്, അല്ലെങ്കിൽ ഈ പരീക്ഷകളൊന്നും പഠിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള ചിന്ത വേണ്ട. നമ്മളോടൊപ്പം തന്നെ പഠിച്ച നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിയും വാങ്ങി വീട്ടിൽ വളരെ ഹാപ്പി ആയിട്ട് കുടുംബമായിട്ട് ഒത്ത് പോകുന്നുണ്ട്. അത്തരത്തിലൊരു അവസരം നിങ്ങൾക്ക് 2024 കൊണ്ടെത്തിക്കട്ടെ. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.